ഇനി മരണമല്ലാതെ എന്റെ മുന്നിൽ മറ്റു മാർഗമൊന്നുമില്ല എങ്കിൽ അവൻ 2 റക്അത്ത് റബ്ബിന്റെ കോടതിയിൽ നമസ്കരിച്ചുകൊണ്ട് അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. അല്ലാഹുമ്മ ഇൻ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ അല്ലാഹുമ്മ അഹീനി ഇൻ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ മമാതു ഖൈറൻ ലീ. അല്ലാഹുവേ, എന്റെ ശാരീരികമായ രോഗം എന്നെ വല്ലാണ്ട് അലട്ടുന്നു പടച്ചവനെ. ഞാൻ വല്ലാണ്ട് ദുഃഖത്തിലാണ് അല്ലാ, വല്ലാതെ പ്രയാസത്തിലാണ് അല്ലാ. പടച്ചവനെ, ഞാൻ ലോൺ എടുത്ത് നശിച്ചു പോയി പടച്ചവനെ. നാളെ നേരം വെളുക്കുമ്പോ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ആ ബാങ്കിൽ നിന്ന് ബാങ്കുകാരും ജീവനക്കാരും ജപ്തി നോട്ടീസുമായി വരും അല്ലാ. എനിക്ക് സഹിക്കാൻ കഴിയില്ല അല്ലാ. ഞാൻ അഭിമാനത്തോടുകൂടി ജീവിച്ചവനാണ്. നാളെ എന്റെ മാനം പിച്ചി ചീന്തപ്പെടും പടച്ചവനെ. അതുകൊണ്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലാ. മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ ഈമാനോടെ നീ മരിപ്പിക്കണേ പടച്ചവനെ. അതല്ല ജീവിതമാണ് ഖൈറെങ്കിൽ ഇതിനുള്ള പരിഹാരം നീ എത്തിച്ചു തരണമേ നാഥാ. അങ്ങനെ വേണം ഒരാൾ ദുആ ചെയ്യാൻ. അല്ലാതെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യലല്ല. ഭർത്താവ് എന്നെ തലാക്കെല്ലാം പോന്നു, ഭർത്താവ് എന്നെ തലാക്കിയല്ലേ, ആത്മഹത്യ ചെയ്യണോ? ഭർത്താവ് മരിച്ചു, എനിക്ക് ഇനി ആരുമില്ല, ആത്മഹത്യ ചെയ്യണോ? ഒരു മുസീബത്ത് വന്നാൽ എന്ത് ചെയ്യണം? പ്രവാചകന്റെ പ്രതിവിധി, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എന്റെ മുസീബത്തിൽ എനിക്ക് നീ നല്ല കൂലി നൽകണേ പടച്ചവനെ. ഇതിനേക്കാൾ ഇരട്ടി, ഇതിനേക്കാൾ ഒരു പരിഹാരം, ഇതിനേക്കാൾ ഉചിതമായത് എനിക്ക് നീ നൽകി എന്നെ നീ സഹായിക്കണേ പടച്ചവനെ, സഹായിക്കണേ പടച്ചവനെ. വലിയ സംഭവം. ഭർത്താവ് മരിച്ചാൽ ഭാര്യ പറയേണ്ടത് അങ്ങനെയാണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ പറയണം. ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്ക് വന്നാൽ നമ്മൾ ചെയ്യേണ്ട ദുആ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻ. പടച്ചവനെ, എന്റെ മുസീബത്തിൽ നീ എന്നെ സഹായിക്കണം, ഇതിനേക്കാൾ ബദൽ എനിക്ക് നല്ലത് നീ നൽകണേ എന്ന് ദുആ ചെയ്തു. ഉമ്മു സൽമ റളിയല്ലാഹു തആല ദുആ ചെയ്തു. ഭർത്താവ് മരിച്ചപ്പോൾ ദുആ ചെയ്തു, എന്റെ മുസീബത്തിൽ എന്നെ സഹായിക്കണേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അവരെ വിവാഹം കഴിച്ചു. എന്റെ ഭർത്താവിനേക്കാൾ ഉചിതമായത് എനിക്ക് നൽകണേ എന്ന് അള്ളാന്റെ റസൂലിനെ കൊണ്ട് അവർ പറഞ്ഞു സന്തോഷിച്ചു. നബിതങ്ങളുടെ സദസ്സിൽ നിന്ന് വന്ന് എന്റെ ഭർത്താവ് എനിക്ക് ഈ ദുആ പഠിപ്പിച്ചു തരുമായിരുന്നു. ഒരു മുസീബത്ത് വരുമ്പോൾ അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻ. എന്റെ മുസീബത്തിൽ എന്നെ സഹായിക്കണേ, ഇതിനേക്കാൾ ഉപരി എനിക്ക് നൽകണേ, നല്ലത് നൽകണേ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ, ഈ എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ അങ്ങനെ ദുആ ചെയ്തു. എനിക്ക് അള്ളാന്റെ റസൂലിനെ കിട്ടി. ഭാഗ്യല്ലേ നമ്മളതിനെ ദുഃഖിക്കുന്നത്, നമ്മളതിനെ പ്രയാസപ്പെടുന്നത്? ഇങ്ങനെ ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലാഹു രക്ഷപ്പെടുത്തും, പരിഹാരം അല്ലാഹു തരും. അതിന് മനുഷ്യന് സൈക്കിൾ, അതൊന്നും പെട്ടെന്ന് കാര്യം നടക്കണം, അത് വലിയ പാടാ. പെട്ടെന്ന് കാര്യം ആദ്യം ഓതി ആയത്താ ഹത്താ സുൽസിലു, സഹാബാക്കൾ പോലും, നബിയും സഹാബാക്കൾ പോലും حتى يقول الرسول والذين آمنوا معه متى نصر الله. എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് അവരിങ്ങനെ ആശിച്ചു പോയി, ആഗ്രഹിച്ചു പോയി. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ദുഃഖിക്കണ്ട, നിങ്ങളുടെ ദുആയുടെ ബർക്കത്ത് അല്ലാഹു നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചു തരും, അറിയിച്ചു തരും. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ രോഗങ്ങളും ഈ ബുദ്ധിമുട്ടും തരുന്നത് എന്തിന്? സ്വർഗ്ഗത്തിൽ പദവി കൂട്ടാൻ. ഒരു ഹദീസ് കൂടെ കണ്ടു. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, 12:35 ഇതിനൊക്കെ വേറെ പരിഹാരമുണ്ട്. വേറെ ഇനി ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത്, ഈ പരീക്ഷണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു, പ്രകൃതിക്ഷോഭം എന്തുകൊണ്ടുണ്ടാകുന്നു, മാരക രോഗം എന്തുകൊണ്ടുണ്ടാകുന്നു, അതിന് വേറെ ഹദീസുണ്ട്. അത് വലിയൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സമയമില്ലല്ലോ, ഉണ്ടെങ്കിൽ അത് പറയണമല്ലോ, നല്ല എൻ്റെ ലാസ്റ്റിലെത്തുള്ളൂ. നാളെ തൗബയാ വിഷയം. നേരം പിന്നെ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം.
യവദ്ദു അഹ്ലുൽ ആഫിയതി അൽ ജന്ന യൗമൽ ഖിയാമ. ആരോഗ്യമുള്ളവർ ആഖിറത്തിൽ പോയിട്ട് അവർ ആഗ്രഹിക്കും ഖിയാമത്ത് നാളിൽ. ആരോഗ്യമുള്ളവർ യവദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമ ഹീന യുഅതാ അഹ്ലുൽ ബലായി അസ്സവാബ. ദുനിയാവിൽ പരീക്ഷണത്തിന് വിധേയരായവർക്ക്, ദുനിയാവിൽ വർഷങ്ങളായി വാട്ടർ ബെഡിൽ കിടന്ന് കഷ്ടപ്പെട്ടവർക്ക്, ദുനിയാവിൽ ക്യാൻസർ രോഗം പിടിച്ച് മരിച്ചവർക്ക്, ദുനിയാവിൽ പ്ലേഗ് രോഗം പിടിച്ച് മരിച്ചവർക്ക്, ദുനിയാവിൽ ഡെങ്കിപ്പനിയോട്, ദുനിയാവിൽ ചിക്കുൻഗുനിയ പോലുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിച്ച് മരിച്ചു പോയവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ നൽകുന്ന പദവികൾ കണ്ടുകൊണ്ട് രോഗമൊന്നുമില്ലാതെ മരിച്ചുപോയ ആരോഗ്യവാന്മാര് പറയുമത്രേ, യവദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമ ഹീന യുഅതാ അഹ്ലുൽ ബലായി അസ്സവാബ ലൗ അന്ന ജുലൂദഹും ഖുരിളത് ബിൽ മഖാനി. ആരോഗ്യമുള്ളവർ ഒരു രോഗമില്ലാതെ മരിച്ചുപോയി സ്വർഗത്തിലെത്തിയാൽ, രോഗികളായി മാരക രോഗം പിടിപെട്ട് മരിച്ചുപോയവർക്ക് സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുന്ന പദവികൾ കാണുമ്പോ അസൂയ പൂണ്ടുകൊണ്ട് ഈ ആരോഗ്യവാന്മാര് പറയുമത്രേ, അവരാഗ്രഹിക്കുമത്രേ, അല്ലാ ദുനിയാവിൽ വെച്ച് കത്രിക കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ നീ മുറിക്കാമായിരുന്നില്ലേ, ഞങ്ങളുടെ ശരീരത്തെ നീ കീറി മുറിച്ച് ആ വേദന അനുഭവിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ സ്വർഗത്തിന്റെ ഉന്നതമായ പദവികളിൽ ഞങ്ങൾ എത്തിപ്പെടുമായിരുന്നല്ലോ. ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ആരോഗ്യം തന്നതിന്റെ പേരിലല്ലേ ഈ സ്വർഗത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് അനുവാദം കിട്ടാത്തത്. ദുനിയാവിൽ കഷ്ടപ്പെട്ട് പീഡനം അനുഭവിച്ചവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നീ നൽകുമ്പോ ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു, അല്ലാ ആ ഒരു സ്ഥാനം ഞങ്ങൾക്ക് നൽകണേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു അല്ലാ. മനസ്സിലായോ? ദുനിയാവിൽ ആരോഗ്യം കിട്ടിയവരെ അവിടെ ചെന്നിട്ട് ആഗ്രഹിക്കും, ഈ ബലാ പിടിച്ചവർക്ക്, ദുനിയാവിൽ ബലാ പിടിച്ചവർക്ക്, പിടിപെട്ടവർക്ക്, രോഗം, കടം, പ്രയാസം, മനോദുഃഖം, ഇതിലിങ്ങനെ കഷ്ടപ്പെട്ട് മരിച്ചുപോയവർക്ക് സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുന്ന ഉന്നതമായ പദവി കാണുമ്പോൾ ഈ ആരോഗ്യവാന്മാര് മനസ്സിലാക്കും, അല്ലാ ഞങ്ങളുടെ ദുനിയാവിൽ ഞങ്ങളുടെ ശരീരത്തെ ഒരു കത്രിക കൊണ്ട് മുറിച്ച് മാറ്റിക്കൂടായിരുന്നു പടച്ചവനെ, അങ്ങനെയെങ്കിലും വേദന അനുഭവിച്ചിട്ട് ഈ സ്വർഗത്തിൽ ഇത്രയും ഒരു ത്യാഗം, ഇത്രയും ഉന്നതമായ പദവി അലങ്കരിക്കാമായിരുന്നല്ലോ എന്ന് ആഗ്രഹിക്കും നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമുക്ക് വിഷമമുണ്ടോ? അപ്പൊ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് വല്ല വിഷമമുണ്ടോ? വിഷമിക്കാൻ പാടില്ല എന്നതിന്റെ അർത്ഥം, വിഷമിക്കാൻ പാടില്ല എന്നതിന്റെ അർത്ഥം അല്ലേ? വിഷമിക്കാൻ പാടില്ല എന്നതിന്റെ അർത്ഥം സഹിക്കുക, ക്ഷമിക്കുക. ആ ക്ഷമയുടെ ഫലം സ്വർഗമാണ്. അതുകൊണ്ട് രോഗം പിടിപെട്ടവര് മരിക്കാൻ നിൽക്കണ്ട, അത് മരിക്കണമെന്ന് ആഗ്രഹിക്കരുത്, ആത്മഹത്യ ചെയ്യാൻ നിൽക്കരുത്, വണ്ടിയുടെ മുന്നിൽ എടുത്ത് ചാടരുത്. ഇതെല്ലാം നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന നരകത്തിലേക്കാണ്.